അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഉള്ളത് ഈജിപ്തിലെ അറിയപ്പെടുന്ന ഒരു മ്യൂസിയത്തിലാണ്. നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്റ്റ് സിവിലൈസേഷൻ. അതായത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഈജിപ്തിൻ്റെ പുരാതനമായ ഒരുപാട് കരകൗശല വസ്തുക്കളെ, അതേപോലെ നമ്മൾ പിരമിഡിൽ കണ്ട മമ്മിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ പിന്നെ സൂക്ഷിച്ചിരിക്കുന്ന വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഈജിപ്തിലെ തന്നെ വലിയ ഒരു മ്യൂസിയത്തിലാണ് ദ നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ടിക്കറ്റിന് ഏകദേശം ഒരു 500 എല്ലിയാണ് റേറ്റ് ആകുന്നത്. നമ്മളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ മ്യൂസിയത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പോകുന്നതാണ്. അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഇതായി കാണുന്നത്. മനോഹരമായ ഇരുവശങ്ങളിലായിട്ട് ഈ മ്യൂസിയത്തിൽ കുറേ ചെടികളൊക്കെ നട്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ സാധാരണ മെട്രോയിലേക്ക് കയറുന്ന പോലെ ബാർകോഡ് സ്കാൻ ചെയ്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറുക. അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇടതുവശത്ത് കാണാൻ സാധിക്കുന്നത് ഫറോവമാരുടെ ശവകുടീരങ്ങൾ അല്ലെങ്കിൽ മമ്മികൾ സൂക്ഷിച്ചൊരു ഏരിയയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിത് ക്ലോസ് ആണ്. ഇവിടെ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് ഫറോവയുടെ പിന്നെ മമ്മി കാണാൻ സാധിക്കില്ല. ബാക്കിയുള്ള മ്യൂസിയത്തിൻ്റെ മമ്മികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകളെന്നല്ല വർഷം, 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾ അവരുപയോഗിച്ചിരുന്ന വസ്തുവകകളൊക്കെയുണ്ട്. അതേപോലെ തന്നെ അതിന് മുമ്പത്തെ ഒരു തലമുറ ഉപയോഗിച്ച് വന്നിരുന്ന അവരുടെ വസ്ത്രങ്ങൾ, അവരുണ്ടാക്കിയിരുന്ന വീടുകൾ, അതൊക്കെ അടങ്ങുന്ന ഒരു ഏരിയയാണ് നമ്മളിങ്ങോട്ട് കാണുന്നത്. ഇത് നമ്മളിപ്പോൾ ഈ കാണുന്നതൊന്നും വലിയ പഴക്കമൊന്നുമില്ല. ഇത് കുറച്ചുകൂടെ ഒരു പുതിയ, അതായത് മുമ്പത്തെ ഒരു തലമുറ ഈജിപ്തിൻ്റെ ഒരു ചരിത്രം പറയുന്ന ഒരു ഭാഗമാണ് ഈ ഒരു കാണുന്നത്, നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യകാലങ്ങളിൽ നിർമ്മിച്ചിരുന്ന വീടുകൾ, അതേപോലെ അവരുടെ ഭരണസിരാ കേന്ദ്രങ്ങൾ, പള്ളികൾ, ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ അതിൻ്റെ ആ രൂപരേഖയൊക്കെ ഇവിടെ ഫസ്റ്റിൽ തന്നെ നമ്മൾ വരുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഈ കാണുന്നത് നമ്മൾ കിസുവയുടെ ഒരു രൂപമാണ്. നമുക്കറിയാം ഈജിപ്തിൽ നിന്നായിരുന്നു മുൻകാലങ്ങളിൽ ഹറമിലേക്ക് വേണ്ട കിസുവ തുന്നി എത്തിയിരുന്നത്. BC 1200 കാലഘട്ടങ്ങളിലെ രാജാവായിരുന്ന റാമിസ് ടൂവിൻ്റെ കൊട്ടാര വിഭൂഷകനായിരുന്ന ദ വൈസർ പൈസറിൻ്റെ ഒരു രൂപമാണ് നമ്മളിവിടെ കണ്ടത്. ഒരു കല്ലിൽ കൊത്തിവെച്ച ഒരു രൂപം. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദൈവങ്ങളുടെയൊക്കെ ഒരു രൂപമാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതുപോലെ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. BC 1700-കളിൽ ജീവിച്ചിരുന്ന നെഫ്രപാത്ത് രാജകുമാരിയുടെ പിന്നെ സ്വർണ്ണ കിരീടവും അവരുടെ ജുവലറീസുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ യുദ്ധത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന തേരിൻ്റെ പടച്ചട്ടയാണ്, അതായത് ആം ഗാർഡ് എന്നൊക്കെ പറയുന്ന ആ പടച്ചട്ടയാണ് ഇതായി കാണുന്നത്. അതിൻ്റെ ഒരു പിന്നെ ഒരു അയപ്പാടിൽ ചെറിയൊരു രൂപം കൊടുത്തിട്ടുണ്ട് താനും. നമുക്കത് കാണാൻ സാധിക്കും എങ്ങനെയായിരുന്നു എന്നുള്ളത്. BC 1700-കളിലെ രാജപരമ്പരയിൽപ്പെട്ട ആളുകൾ മരിച്ചതിന് ശേഷം അന്ന് അവരുടെ ബോഡി സൂക്ഷിച്ചു വച്ചിരുന്ന മമ്മിയുടെ ചട്ടയാണിത്. ഇത് നമ്മളൊരു ശവപ്പെട്ടിയൊക്കെ പോലെ തന്നെ ഇരിക്കും. അത് തുറന്ന് അതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. പല രാജാക്കന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ ഇതേപോലെയുള്ള പെട്ടികൾ അല്ലെങ്കിൽ കല്ലുകൾ ഉണ്ടാക്കിയതും തടി കൊണ്ടുണ്ടാക്കിയതുമായ വ്യത്യസ്തമായിട്ടുള്ള മമ്മികളാണ് ഇങ്ങനെ നമുക്കിവിടെ ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഇത് മനുഷ്യൻ്റെ രൂപവും സിംഹത്തിൻ്റെ ഉടലുമുള്ള സ്ഫിങ്സ് ആണ്. ആ കാലഘട്ടത്തിൽ ഏകദേശം BC 1700 കാലഘട്ടത്തിലെ രാജാവായിരുന്ന അമിൻമഹത്ത് മൂന്നാമൻ്റെ രൂപത്തിലുള്ള ഒരു സ്ഫിങ്സിൻ്റെ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു സ്ഫിങ്സാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചില കല്ലുകളിലൊക്കെ പകുതി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇത് 1800 BC-യിൽ ഉണ്ടായതാണ്. സ്ഫിങ്സ് ഓഫ് കിങ് അമൻമെൻറ്റിൻ്റെ ആണിത്. ഈജിപ്തിലെ മറ്റൊരു ശവകുടീരത്തിൽ നിന്ന് ലഭിച്ച ഒരു സ്കെലിറ്റനാണ്. ഇതിൻ്റെ വർഷം ഏകദേശം 35,000 വർഷത്തോളം കാലപ്പഴക്കമുള്ള ഒരു സ്കെലിറ്റനായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ ശക്തനായിട്ടുള്ള ഒരു യുവാവിൻ്റേതാണ് എന്നാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന കല്ലുകളും പിന്നെ അങ്ങനെയുള്ള വസ്തുവകകളൊക്കെ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
ഇനി ഇവിടെ നമ്മൾ നേരെ താഴത്തെ നിലയിലേക്ക് ഇറങ്ങുകയാണ്. താഴത്തെ നിലയിലാണ് റോയൽ മമ്മീസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതായത് പഴയ വംശത്തിലുള്ള ആളുകളുടെയൊക്കെ മമ്മീസ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന താഴെയാണ്. പക്ഷേ അതിൽ സ്ട്രിക്ട്ലി മൊബൈൽ നോട്ട് അലൗഡാണ്. നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ സാധിക്കില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മമ്മിയുടെ യഥാർത്ഥ രൂപങ്ങളാണ് അതായി കാണുന്നത്. ഇപ്പോഴും ആ ബോഡി അഴുകാത്ത രീതിയിൽ ആസിഡൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് അന്നത്തെ ആളുകളുടെ ആ ഒരു രൂപം നമുക്ക് ഈ മമ്മിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ശരിക്കും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ചെറിയ രീതിയിൽ വളരെ ആരും കാണാത്ത രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ജസ്റ്റ് ഇങ്ങനെ എടുത്തു എന്ന് മാത്രം. ഇത് കണ്ടില്ലേ, ഇതേപോലെ പല രാജാക്കന്മാരുടെയും അതേപോലെ രാജകുടുംബത്തിൽപ്പെട്ടവരുടെയൊക്കെ ബോഡി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മമ്മീസ് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പം ഇവിടെ ഒരു ഡിസ്പ്ലേ തന്നെ വെച്ചിട്ടുണ്ട്. യഥാർത്ഥ ഒരു മമ്മിയുടെ രൂപം ഈ കാണുന്നതൊക്കെയാണ് മമ്മിയുടെ ആ രൂപം. പെട്ടിക്കകത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക അല്ലേ? ഇനിയും തുറന്നിട്ടില്ലാത്ത നിരവധി മമ്മികൾ അടങ്ങിയ ഒരു രാജ്യമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോഴും എക്സ്കവേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പിരമിഡുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പിരമിഡുകളൊക്കെ നമുക്ക് ഈജിപ്തിൽ കാണാൻ സാധിക്കും. പക്ഷേ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ള രാജ്യം ഏതാണെന്ന് വെച്ചാൽ സുഡാനാണ്. ചെറിയ ചെറിയ പിരമിഡുകളാണെന്ന് മാത്രം. സുഡാൻ എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാഷ്ട്രം തന്നെയാണെങ്കിൽ പോലും ഈജിപ്റ്റും സുഡാൻ അടുത്തടുത്തുള്ള രാജ്യമാണ്. പക്ഷേ വലിയ അറിയപ്പെടുന്ന പിരമിഡുകളുള്ളത്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പിരമിഡ് എന്ന് പറയുന്നത് നമുക്ക് ഈജിപ്റ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ ഈ പിരമിഡുകളിൽ നിന്ന് ലഭിക്കുന്ന മമ്മികളാണ് ഇവിടെ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ കാണിച്ചാണ് ഇവിടുത്തെ അറിയപ്പെടുന്ന മ്യൂസിയം. ഈജിപ്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മ്യൂസിയമാണ്. നമ്മൾ കണ്ടു 10,000-കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് ചരിത്ര സംഭവങ്ങളും കരകൗശല വസ്തുക്കളും മമ്മി അതുപോലെയുള്ളതൊക്കെ നമ്മൾ കണ്ടു. മമ്മി ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഉള്ളിൽ പറ്റിയില്ല. കുറേ ഫോട്ടോഗ്രാഫി നോട്ട് അലൗഡാണ്. എന്നിരുന്നാലും കുറേയൊക്കെ നമ്മൾ എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈജിപ്തിൻ്റെ മ്യൂസിയത്തിൻ്റെ ഒരു വ്യൂ ആണ് ഞങ്ങൾ നിങ്ങളിന്ന് ഇപ്പോൾ കാണിച്ചത്.